നല്ലൊരു പാട്ടുകാരനെ വേണമല്ലോ. താനൊരു മിമിക്രിക്കാരനല്ലേ? തന്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ? എന്റെ പരിചയത്തിൽ തരക്കേടില്ലാതെ പാടാൻ പറ്റിയ ഒരാളുണ്ട്. ആരാ അത്? യേശുദാസ്. പാട്ടുകാരൻ എന്തിനാണ് സാറ്? വിറകീറിക്കാൻ. ആ, വിറകിറാൻ പറ്റിയ ഒരാളുണ്ട് സാർ. നിർത്തി. നിർത്തി. ഒരു സിനിമ മ്യൂസിക് ഡയറക്ടർ വന്നിട്ടുണ്ട്. അയാൾക്കൊരു പാട്ടുകാരന് വേണം. സിനിമ മ്യൂസിക് ഡയറക്ടറോ? ഒന്നും വിചാരിക്കരുത്, ഞാൻ ഒരുപാട് പടികൾ കയറി ഇറങ്ങിയാണ് സാർ. താനാടാ പിച്ചക്കാരൻ? അതെ സാർ. അല്ല സാർ, ഞാൻ കുറച്ച് ക്ലാസിക്കലായി പഠിച്ചിട്ടുണ്ട്. ഒരു പാട്ട് പാടി കേൾപ്പിക്കാൻ എനിക്ക് ചാൻസ് കിട്ടിയാൽ ഞാനൊന്ന് രക്ഷപ്പെട്ടേനെ. എന്റെ സ്വപ്നം സാക്ഷാത്കരിക്കും. എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് അവിടെ കൊണ്ടുപോകണം സാർ. ഓക്കെ സാർ. സാർ, 2 സംഗീതജ്ഞന്മാരായി ഞാൻ ദാസപ്പനും സ്കൂളിൽ കയറും. എടോ, മണ്ടത്തരൊന്നും കാണിക്കല്ലേ. അയാൾ അക്കാഡമി വിന്നർ മ്യൂസീഷ്യനാ. നിങ്ങൾ പോയിട്ട് എന്ത് പാടാൻ? അല്ല സാർ, ദാസപ്പൻ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി ഞാൻ സഹായിക്കാം. ബെസ്റ്റ്. ഇല്ല സാർ, ഞാൻ ഓവറാക്കില്ല. പാട്ട് തീരുന്നതിന് മുമ്പായി നാം സ്കൂൾ വളഞ്ഞിരിക്കണം. പാട്ട് തീർന്നതും നാം സ്കൂളിലേക്ക് ചാർജ് ചെയ്യണം. പിന്നെ വേണമെങ്കിൽ രക്ഷപ്പെടും. എന്തോ എനിക്കൊരു പന്തികേട് തോന്നുന്നു. ഒന്നും പേടിക്കണ്ട സാർ, ഞാനൊരു ലക്ഷ്യം വെച്ചാൽ അത് നേടിയിരിക്കും. ഐ എം എ സ്ട്രിക്ട് പോലീസ് ഓഫീസർ. സാർ പെർമിഷൻ തന്നാ മതി. ആ, ശരി. നമസ്കാരം. 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 കർണാടക നടനകലാക്ഷേത്രത്തിൽ നിന്നും വിളിച്ചു പറഞ്ഞിരുന്നു വരുമെന്ന്. ധാരാളം കേട്ടിരിക്കണു. ചോറ്റാനിക്കൽ ക്ഷേത്രത്തിൽ തൊഴാൻ വന്നാണെന്ന് അറിഞ്ഞു. വരിക. ശംഭു മഹാദേവ്. ധാരാളം ശിഷ്യഗണങ്ങളുണ്ടെന്ന് അറിഞ്ഞു. സന്തോഷം. ആ, ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഇതെന്റെ ശിഷ്യനാണ് ഗോപാൽജി. ഇവനൊരു ഗാനം അങ്ങയുടെ മുമ്പിൽ ആലപിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങയുടെ ശിഷ്യനാണെങ്കിൽ പിന്നെ എന്തിനാണ് എന്റെ മുന്നിൽ ഒരു ആലാപനം? അവന്റെ ആഗ്രഹമല്ലേ? ആ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ദാസപ്പ പോയടാ. എന്ത് താളോ? അല്ല, നമ്മൾ പിടിക്കാൻ വന്നവൻ. എങ്ങോട്ടാ? അതൊക്കെ പറയാൻ പറ്റോ? അയ്യോ, പോലീസ്. നമ്മുടെ വണ്ടി എത്തിയാവൂ? ചില സിനിമയെ കാണുന്ന പോലെ വണ്ടി റെഡി സാർ. അസപ്പ കയറിക്കോ. ഈ സ്പെസാറെ വീട്ടിൽ വിട്ടോ. അന്ന് വിട്ടോ വണ്ടി. വിട്ടോ. ആ ഭാഗം വരില്ല, ഇടുക്കിയിരിക്കുന്നത്. വേഗം പോട്ടെ, വേഗം പോട്ടെ. ഭാഗം അടുക്കിയിലുണ്ട്. അടുത്തു വരരുത്. അടുത്തേക്ക് വരരുത്. പോകരുത്, തോക്ക്. വേണ്ട, വരണ്ട. അടുത്തേക്ക് വന്ന അയാൾ ഷൂട്ട് ചെയ്യും. വേണ്ട, പ്ലീസ് വരരുത്. മഹാദേവന് നേരെ വിരൽ ചൂണ്ടിയവന്റെ കൈവിട്ടിയ ചരിത്രമേ ഉള്ളൂ. അവന്റെ ഒരു ഷൂട്ടിംഗ്. ബുള്ളറ്റ് ഇല്ല. മിണ്ടാതിരിടും. ബുള്ളറ്റ് ഉണ്ടെങ്കിൽ അടുത്തേക്ക് ചെല്ലോ. എനിക്കറിഞ്ഞൂടെ ബുള്ളറ്റ് ഇല്ലെന്ന്. ബുള്ളറ്റ് ഉണ്ടെങ്കിൽ ഞാൻ നെഞ്ചു പിരിച്ച് അടുത്തേക്ക് ചെല്ലും. എന്റെ തോക്കല്ലേ? മിണ്ടാതിരി. വെൽ ഡൺ മഹാദേവൻ, വെൽ ഡൺ. താങ്ക് യു സാർ. ഉണ്ട്. ഇത്രയും ധീരനായ ഒരു പോലീസ് ഓഫീസറെ എന്റെ കരിയറിൽ ഞാൻ കണ്ടിട്ടില്ല. ഐ റിയലി അപ്രീഷിയേറ്റ് യു. കൺഗ്രാറ്റുലേഷൻസ്. എന്നെ ഇങ്ങനെ പുകഴ്ത്തല്ലേ സാർ? ഞാൻ എന്റെ ഡ്യൂട്ടിയല്ലേ ചെയ്തുള്ളൂ. എന്തായാലും ഇത് അത്ഭുതമായിരിക്കുന്നു. നിങ്ങൾ ഡിപ്പാർട്ട്മെന്റിന് അഭിമാനമാണ്. ഐ വിൽ ഷുവർലി റെക്കമെൻഡ് യു ഫോർ പ്രൊമോഷൻ. സാർ 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 എന്റെ പ്രമോഷന്റെ കാര്യം കൂടി
സാർ എന്റെ പ്രൊമോഷന്റെ Okay. കാര്യം കൂടി സാർ എന്റെ പ്രൊമോഷനും പോയി ഇവനെ നാറ്റിക്കുന്ന വളരെ കേറിക്കോ കേറിക്കോ ഡിവൈഎസ്പി സാർ ആള് മോശമല്ലല്ലോ. കൂടെയുള്ളത് വൈഫാണ്. ഏയ് ഫേമസ് അല്ലേ? സൈഡ് പോസ്റ്റ് കണ്ടിട്ട് വാടാനപ്പള്ളി വാസന്തിയാണെന്ന് തോന്നുന്നു. കള്ളൻ ആൾ താമസമില്ലാത്ത ഹോട്ടലിൽ നോക്കി ഹാഫ് ബോയിലോട്ട് ഇറങ്ങിയിരിക്കുക. അസിഐ മഹാദേവനെ കൊടുക്കാൻ ഒരു വകുപ്പുണ്ട്. വാ. ഹലോ സാർ HC സൽഗുണാണ്. എന്താണോ ഡയറക്ടർ പ്രിയദർശൻ സാർ വിളിച്ചിരുന്നു. സാറ് കാസിനോ ഹോട്ടലിലേക്ക് ചെല്ലാൻ പറഞ്ഞു. പ്രിയദർശനോ? സർ കാസിനോ ഹോട്ടലോ? സർ റൂം നമ്പർ എല്ലാം പറഞ്ഞോ? 504. 504. ഓക്കെ, ഞാൻ പോയേക്കാം. പൗഡർ കേട്ട് പ്രിയദർശനെ കാണാൻ പോവാ. ഇപ്പൊ 504 കയറും. അപ്പ കാണാൻ കളി ഒട്ടിക്കാതെ മാറിയില്ലേ. 504. പ്രിയ, എന്താണോ? ചേച്ചിയുള്ളത് ഞാൻ അറിഞ്ഞില്ല. ഡയറക്ടർ പ്രിയദർശന്റെ മുറിയാന്ന് കരുതി. സോറി സർ. ഏത് റൂമാണെന്നാ പറഞ്ഞേ? 504 പറഞ്ഞു. 504 എന്റെ മുറിയാണല്ലോ. റൂം തെറ്റിയതായിരിക്കും. അതെ സർ. ആ ഇനി ഇയാളാണോ അവളെ സപ്ലൈ ചെയ്തത്? അതെ വരുന്നു. ഐ ലവ് യു. അല്ല ചേട്ടൻ 12 മണിക്ക് പത്തനംതിട്ടയ്ക്ക് പോണെന്ന് പറഞ്ഞിട്ട് അല്ല സുമതി, അളിയനെപ്പോ വരും? പുള്ളിക്കാരൻ പ്രസാദം വാങ്ങി ഇപ്പൊ വരും. ചേട്ടനെ വെറുക്കണ്ടേ പോയിക്കോ. ഇല്ല, ഞാൻ അളിയൻ വന്നിട്ടേ പോകുന്നുള്ളൂ. എന്താ മഹാദേവ കാലത്തെ? ചേച്ചി ഒന്ന് കാണാമെന്നാ. എന്താ വിശേഷിച്ച്? അല്ല, ഇന്നലെ ഞാനത് അറിഞ്ഞില്ല. സോറി. എന്ത്? സാറെന്താ വിചാരിച്ചെന്നറിയില്ല. ചേച്ചിയോട് വല്ലതും പറഞ്ഞോ? എന്താ താൻ പറയണേ? അല്ല, ഇന്നലത്തെ സംഭവേ. ഇന്നലെയോ? എന്ത്? അല്ല, ഹോട്ടൽ റൂമിൽ വെച്ചേ. സത്യത്തിൽ ഞാൻ ഉറങ്ങിയിട്ടില്ല ചേച്ചി. ഹോട്ടൽ റൂമിലോ? അല്ല, ഞാൻ വന്ന അബദ്ധത്തിൽ വാൽ പറഞ്ഞില്ലേ. സത്യത്തിൽ ചേച്ചിയോട് എനിക്കറിയില്ല. ഞാനോ? ചേച്ചി, ഞാൻ ഇന്നലെ ഹോട്ടൽ റൂം 504 വന്നപ്പോ. 504ലോ? അല്ല, ചേച്ചി സാറും കൂടി ഇന്നലെ റൂം എടുത്തിരുന്നല്ലോ. സാറിന്റെ കൂടെയോ? അതേത് ചേച്ചി? ഹോട്ടൽ കാസിനോ, റൂം നമ്പർ 504. ഇന്നലെ ഉച്ചക്ക് ചേച്ചി. ഓ, കളിയാക്കല്ലേ ചേച്ചി. ഇന്നലെ രാവിലെ പത്തനംതിട്ടയ്ക്ക് പോണെന്നും പറഞ്ഞ് പോയതാണല്ലോ. ചേച്ചി, ഞാൻ ആകെ ടെൻഷനില്ല. എന്നെ ഒന്ന് സഹായിക്കണം. സാറിനെ തീർച്ചയായും തെറ്റിദ്ധരിച്ചു കാണും. അല്ല, ആരായാലും തെറ്റിദ്ധരിക്കും. ഫാമിലിയായിട്ട് താമസിക്കുമ്പോൾ ഒരു കോമൺ സെൻസും ഇല്ലാതെ വാതിൽ തുറന്നു വരുന്നത് തെറ്റാണ്. ചേച്ചി പ്ലീസ്. ചേച്ചി, ഞാനിവിടെ ഒന്ന് പറഞ്ഞത് സാറിനോട് പറയണ്ട. ഇല്ല, പറയില്ല. ഓ. മഹാദേവൻ പൊയ്ക്കോ. ഓ, ഹോ, ഒരു തെറ്റിദ്ധാരണ മാറി. സാർ എന്നെ വഴിയിൽ വെച്ച് കണ്ടത് എന്തായാലും നന്നായി. എന്താ? സാറിനെ പോലെ ഒരു ഓഫീസറെ സഹായിക്കാനുള്ള അവസരം എനിക്ക് ഉണ്ടായല്ലോ. സൽഗുണന്റെ വീട് വന്നിട്ടില്ല. അതിനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല സാർ. എന്നാ വാ. ഭയങ്കര ക്ഷീണം. ക്ഷീണം കാണണമല്ലോ സാർ. ഒരു മിനിറ്റ് സാർ. അതെ, ഇന്നലെ കാസിനോ ഹോട്ടലിലേക്ക് മഹാദേവൻ സാർ വന്നത് സാറിനെ മനഃപൂർവ്വം നാട്ടിക്കാനായിരുന്നു. എന്നെ നാട്ടിക്കാനോ? എന്തിന്? അല്ല, മറ്റതകത്തുണ്ടായിരുന്നല്ലോ. മറ്റതോ? ഹാഫ് ബോയിൽഡ്. ഹാഫ് ബോയിൽഡോ? അയ്യോ, പതുക്കെ പറയൂ സാർ, കൊച്ചമ്മ ശ്രദ്ധിക്കുന്നു. താൻ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്ന് തെളിച്ച് പറയണോ? ഓ, ഒന്നും അറിയാത്ത പോലെ. ഇതിനൊക്കെ സെലക്ട് ചെയ്ത് കൊണ്ടുവരണ്ട. ആ സാധനത്തിന്റെ മുഖത്ത് എഴുതി വെച്ചിരിക്കല്ലേ പറ. അതെന്റെ സിസ്റ്റർ ആയിരുന്നു. സിസ്റ്റർ ആയിരുന്നു. സസ്പെൻഷൻ ഉറപ്പാ. അച്ഛാ, ഓ, ഡിസ്മിസലും ആവും. ദാസാ ഫയലിംഗ് എടുത്തേ. ഓ, ഇതാര്?
അച്ഛാ ഉം, അച്ഛാ ഇന്ന് മമ്മിയുടെ ബർത്ത്ഡേയാ. അറിയാം. ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാം. ആഹാ, അച്ഛൻ അമ്മയ്ക്ക് എന്താ പ്രസന്റ് കൊടുക്കാൻ പോകുന്നേ? അതൊക്കെ മോള് കണ്ടോ? സാർ ഫയൽ. ഹലോ പോലീസ് ഓഫീസറെ, ഉം, കഴിഞ്ഞ 3 ബർത്ത്ഡേക്ക് നമ്മൾ കണ്ടിട്ടേ ഇല്ല. ഉം, ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വീട്ടിലേക്ക് വന്നേ പറ്റൂ. ശരി. ശരിന്ന് പറഞ്ഞാ പോരാ, ചേട്ടൻ വന്നിട്ടേ ഞങ്ങൾ ആഹാരം കഴിക്കൂ. ഉച്ചക്ക് 1 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ ഞാൻ എത്തിയിരിക്കും. പോരെ? ഓക്കെ മോളെ? ഓക്കേ. അങ്കിളും വരാട്ടോ. വേണ്ട. കൊച്ചിന്റെ ഒരു തം